സ്റ്റാൻഡേർഡ്സ്. ഏതൊക്കെ തരത്തിലാണ് സ്റ്റാൻഡേർഡ്സ് ഫിക്സ് ചെയ്യുന്നത്? മെയിനായിട്ട് 4 തരത്തിലുള്ള സ്റ്റാൻഡേർഡ്സിനെ കുറിച്ചാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തത് ബേസിക് സ്റ്റാൻഡേർഡ്. ബേസിക് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഒരു ലോങ് പീരീഡിലേക്ക് വേണ്ടി നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കുന്ന സ്റ്റാൻഡേർഡിനെയാണ് ബേസിക് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ആ സ്റ്റാൻഡേർഡ് ഒരു ലോങ് പീരീഡിൽ അൺആൾട്ടേർഡ് ആയിരിക്കും, മാറ്റമൊന്നുമില്ലാതെ, വലിയ ചേഞ്ച് ഒന്നും ഇല്ലാതെ കുറേ ലോങ് പീരീഡിലേക്ക് ഉണ്ടാക്കി വെക്കുന്ന സ്റ്റാൻഡേർഡിനെയാണ് ബേസിക് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ഇറ്റ്സ് യൂസ് ഈസ് ടു ഷോ ലോങ് ടേം ട്രെൻഡ്സ് ആൻഡ് ഇറ്റ് ഓപ്പറേറ്റ്സ് ഇൻ എ സിമിലർ വേ ടു ഇൻഡെക്സ് നമ്പേഴ്സ്. നമ്മൾ ഇൻഡെക്സ് നമ്പേഴ്സ് കാൽക്കുലേഷനിലൊക്കെ ലോങ് പീരീഡിലേക്കുള്ള ഒരു 10 ഇയേഴ്സ് ഡാറ്റ അല്ലെങ്കിൽ 5 ഇയേഴ്സ് ഡാറ്റയൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇൻഡെക്സ് നമ്പർ കാൽക്കുലേഷൻ ചെയ്യാറ്. അതേപോലെ തന്നെ അങ്ങനത്തെ കാൽക്കുലേഷൻസിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ലോങ് പീരീഡിലേക്ക് നമ്മൾ ഫിക്സ് ചെയ്യുന്ന സ്റ്റാൻഡേർഡിനെയാണ് ബേസിക് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അതിനെ പറയുന്ന വേറൊരു പേര് ബോഗി സ്റ്റാൻഡേർഡ് എന്നാണ്. ദിസ് സ്റ്റാൻഡേർഡ് ഈസ് യൂസ്ഡ് ഫോർ ഐറ്റംസ് ഓർ കോസ്റ്റ് വിച്ച് ആർ ലൈക്ലി ടു റിമെയിൻ കോൺസ്റ്റൻറ്റ് ഓവർ എ ലോങ് പീരീഡ്. വലിയ മാറ്റങ്ങളൊന്നും എക്കണോമിക്കൽ ചേഞ്ചസോ അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ ചേഞ്ചസോ ഉണ്ടാകുമ്പോൾ അതിനൊന്നും അഫക്റ്റ് ചെയ്യാത്തതായിട്ടുള്ള കാര്യങ്ങൾ, ആ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കുന്ന സ്റ്റാൻഡേർഡിനെയാണ് ബേസിക് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ദെൻ കറൻറ്റ് സ്റ്റാൻഡേർഡ്. കറൻറ്റ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് പേരിൽ തന്നെയുണ്ട്. കറൻറ്റ് കണ്ടീഷൻ എന്താണോ അല്ലെങ്കിൽ കറൻറ്റ് ഷോർട്ട് ടേം പീരീഡിലേക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന സ്റ്റാൻഡേർഡിനെയാണ് കറൻറ്റ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഷോ വാട്ട് ദ പെർഫോമൻസ് ഷുഡ് ബി അണ്ടർ കറൻറ്റ് കണ്ടീഷൻസ്. ഇപ്പോൾ ഉള്ള നമ്മൾ റീസെൻറ്റ് ഇയറിൽ അല്ലെങ്കിൽ നമ്മളുടെ ഈ കറൻറ്റ് ഇയറിൽ എന്തൊക്കെയാണ് നമ്മളുടെ സ്റ്റാൻഡേർഡ് വേണ്ടത് എന്നുള്ളത് ഫിക്സ് ചെയ്യുന്നതിനെയാണ് കറൻറ്റ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അത് ഷോർട്ട് പീരീഡിലേക്കായിരിക്കും. ദെൻ നെക്സ്റ്റ് വൺ ഐഡിയൽ സ്റ്റാൻഡേർഡ് ആൻഡ് എക്സ്പെക്റ്റഡ് സ്റ്റാൻഡേർഡ്. ഐഡിയൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് അതിൻ്റെ പേരിൽ തന്നെയുണ്ട്, ഐഡിയൽ ആയിരിക്കണം. അതായത് ഒരു നോർമൽ, ഒരു മോസ്റ്റ് ഫേവറബിൾ കണ്ടീഷൻസിൽ മോസ്റ്റ് ഫേവറബിൾ കണ്ടീഷൻസ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഏത് സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യാമോ ആ സ്റ്റാൻഡേർഡിനെയാണ് ഐഡിയൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ഐഡിയൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഏറ്റവും ഉചിതമായിട്ടുള്ള സ്റ്റാൻഡേർഡ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ എക്സ്പെക്റ്റഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ അവിടെ വ്യത്യാസമുണ്ട്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന, അതായത് ഒരു പെർട്ടിക്കുലർ ബജറ്റ് പീരീഡിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന എല്ലാ എക്കണോമിക് കണ്ടീഷൻസും അല്ലെങ്കിൽ നമ്മളുടെ എന്തൊക്കെ കണ്ടീഷൻസ് വരാമോ അതെല്ലാം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ട് അങ്ങനെ ആ എല്ലാ ഫേവറബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അൺഫേവറബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് എല്ലാം കൂടെ കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന സ്റ്റാൻഡേർഡിനെയാണ് എക്സ്പെക്റ്റഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ദെൻ നോർമൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ നോർമൽ ആവറേജ് സ്റ്റാൻഡേർഡാണ് വിച്ച് ഇറ്റ് ഈസ് ആൻറ്റിസിപ്പേറ്റഡ് ക്യാൻ ബി അറ്റൈൻഡ് ഓവർ എ ഫ്യൂച്ചർ പീരീഡ് ഓഫ് ടൈം, പ്രിഫറബിളി ലോങ് ഇനഫ് ടു കവർ വൺ ട്രേഡ് സൈക്കിൾ. ഒരു അക്കൗണ്ടിങ് പീരീഡ്, അതായത് 1 ട്രേഡ് സൈക്കിളിൽ നമുക്ക് നോർമലി സെറ്റ് ചെയ്യേണ്ട സ്റ്റാൻഡേർഡിനെയാണ് നോർമൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ടു ഫോളോ നോർമൽ സ്റ്റാൻഡേർഡ്സ് ഇൻ പ്രാക്ടീസ് ആസ് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ഫോർകാസ്റ്റ് പെർഫോമൻസ് വിത്ത് എ റീസണബിൾ ഡിഗ്രി ഓഫ് ആക്യുറസി ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം. നമ്മൾ ലോങ് പീരീഡിലേക്ക് ഒരു നോർമൽ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്ത് വെക്കുന്നുണ്ടെങ്കിലും അത് നമ്മൾ പ്രാക്ടിക്കലി യൂസ് ചെയ്യാൻ സാധ്യത വളരെ കുറവാണ്. കാരണം ഇതൊരു നോർമൽ സ്റ്റാൻഡേർഡാണ്. അതായത് അൺഫേവറബിൾ സിറ്റുവേഷൻസ് ഒന്നും നമ്മൾ കൺസിഡർ ചെയ്യാതെ ഒരു നോർമൽ എക്കണോമിക് കണ്ടീഷൻ വരുമ്പോൾ അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റൽ കണ്ടീഷൻ വരുന്ന സമയത്ത് നമ്മൾ എങ്ങനെയായിരിക്കണം സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യേണ്ടത് എന്ന് ഫിക്സ് ചെയ്യുന്ന സ്റ്റാൻഡേർഡാണ് നോർമൽ സ്റ്റാൻഡേർഡ്. സോ അതിലെന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ നമ്മൾ കറൻറ്റ് സ്റ്റാൻഡേർഡ് നമ്മൾ ഫിക്സ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ഇത്രയും സ്റ്റാൻഡേർഡ്സാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റാൻഡേർഡ്സ് നമ്മൾ സാധാരണയായിട്ട് ബിസിനസ് ഓർഗനൈസേഷൻസിൽ യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അനാലിസിസ് ഓഫ് വേരിയൻസ്. ആക്ച്വലി ഈ അനാലിസിസ് ഓഫ് വേരിയൻസ് എന്ന് പറയുന്ന പോർഷൻ നമ്മളുടെ യൂണിവേഴ്സിറ്റി ടെക്സ്റ്റിൽ, അതായത് വിനോദിൻ്റെ ടെക്സ്റ്റിൽ ഇല്ല, പക്ഷേ സിലബസിൽ ഉണ്ട്. അത് 2-3 പ്രാവശ്യം എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അത്രയധികം ബുദ്ധിമുട്ടുള്ളൊരു പോർഷനൊന്നും അല്ല. അതായത് ഇതിൽ പ്രോബ്ലംസ് വരാറുണ്ട്. പക്ഷേ മറ്റേ എക്സൽ പബ്ലിഷേഴ്സിൻ്റെ ആ ടെക്സ്റ്റിൽ ഇത് കണ്ടിട്ടുണ്ട്, ഈ പ്രോബ്ലംസ് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതും കൂടെ സ്കിപ്പ് ചെയ്യാതെ എടുക്കുന്നത്. കാരണം എങ്ങാനും ക്വസ്റ്റ്യൻസ് വരികയാണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലമാണ്. അപ്പോൾ വെറുതെ നിങ്ങൾ മാർക്ക് കളയണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ പോർഷനും കൂടെ പഠിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. അനാലിസിസ് ഓഫ് വേരിയൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് ഫിക്സിങ്ങിൻ്റെ കാര്യത്തിൽ കുറച്ച് സ്റ്റെപ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സ്റ്റെപ്സിൽ നമ്മൾ ഒരു 5-മത്തെയോ 6-മത്തെയോ സെക്കൻഡ് ലാസ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞിരുന്നത് നമ്മൾ സ്റ്റാൻഡേർഡും ആക്ച്വലും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഡീവിയേഷൻസ് വല്ലതും ഉണ്ടെങ്കിൽ ആ വ്യത്യാസത്തിനെ പറയുന്ന പേരാണ് വേരിയൻസ്. ആ വേരിയൻസ് ഉണ്ടാവാനുള്ള കാരണം എന്തൊക്കെയാണ്?
ആ വേരിയൻസിൻ്റെ റീസൺ എന്താണ് എന്നുള്ളത് അനലൈസ് ചെയ്യുന്നതാണ് അനാലിസിസ് ഓഫ് വേരിയൻസ് എന്ന് പറയുന്നത്. അനാലിസിസ് ഓഫ് വേരിയൻസ് നിങ്ങൾ ഒരു എന്താ പറയുക, നമ്മൾ QT നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും അനോവ എന്ന് പറയുന്ന ടെസ്റ്റ്. അനോവ ടെസ്റ്റ് അതിൻ്റെ ഫുൾ ഫോം അനാലിസിസ് ഓഫ് വേരിയൻസ് ആണ്. ഏകദേശം അതേ ക്യാരക്ടറിസ്റ്റിക്സ് തന്നെയാണ് ഇവിടെയും പറയുന്നത്. അതായത് വേരിയൻസ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ആൻഡ് എ കമ്പയറബിൾ ആക്ച്വൽ കോസ്റ്റ് ഇൻകേർഡ് ഡ്യൂറിങ് എ പീരീഡ്. ഇറ്റ് ഈസ് ദ ഡീവിയേഷൻ ഓഫ് ആക്ച്വൽ കോസ്റ്റ് ഫ്രം സ്റ്റാൻഡേർഡ് കോസ്റ്റ്. എന്താണ് അനാലിസിസ് ഓഫ് വേരിയൻസ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എഴുതേണ്ടത് ഇതാണ്: ഡീവിയേഷൻ ഓഫ് ആക്ച്വൽ കോസ്റ്റ് ഫ്രം സ്റ്റാൻഡേർഡ് കോസ്റ്റ്, അല്ലെങ്കിൽ ഡീവിയേഷൻ ഓഫ് ആക്ച്വൽ കോസ്റ്റ്, അല്ലെങ്കിൽ ആക്ച്വൽ പ്രോഫിറ്റ്, അല്ലെങ്കിൽ ആക്ച്വൽ സെയിൽസ് ഫ്രം ദ സ്റ്റാൻഡേർഡ് കോസ്റ്റ്, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് പ്രോഫിറ്റ്, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് സെയിൽസ് ഈസ് നോൺ ആസ് വേരിയൻസ്. എന്തും ആവാം. ആക്ച്വലി നമ്മൾ ഫിക്സ് ചെയ്തിട്ട് സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിട്ടുള്ള എന്താണോ അതിന് ആക്ച്വലി എന്താണോ സംഭവിച്ചിട്ടുള്ളത് അത് തമ്മിലുള്ള ഡിഫറൻസിനെയാണ് വേരിയൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ 1 lakh rupees ആണ് നമ്മൾ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പക്ഷേ ആക്ച്വലി ഉണ്ടായിട്ടുള്ളത് 1,20,000 ആണെന്നുണ്ടെങ്കിൽ ആ ഡിഫറൻസ് 20,000നെയാണ് വേരിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അനാലിസിസ് ഓഫ് വേരിയൻസിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഈ 20,000 ഡിഫറൻസ് ഉണ്ടായിട്ടുള്ളത്, എങ്ങനെയാണ് അത് ഒക്കർ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് മെഷർ ചെയ്യാണ്. ഇഫ് ആക്ച്വൽ കോസ്റ്റ് ഈസ് ലെസ് ദാൻ ദ സ്റ്റാൻഡേർഡ്, ആക്ച്വൽ കോസ്റ്റ് കുറവാണെന്നുണ്ടെങ്കിൽ അതിനെ ഫേവറബിൾ അല്ലെങ്കിൽ പോസിറ്റീവ് വേരിയൻസ് എന്ന് പറയുന്നു. അതായത് അത് സിമ്പിൾ ഓഫ് എഫിഷ്യൻസിയാണ് കാണിക്കുന്നത്. അതായത് കോസ്റ്റ് എത്രയും കുറയുന്നത് നല്ലതാണ്. അപ്പോൾ ബിസിനസ് സ്ഥാപനത്തിൽ നമ്മളൊരു കോസ്റ്റ് 1 lakh കോസ്റ്റ് വരും എന്നുള്ളത് ഫിക്സ് ചെയ്ത് വെച്ചു. പക്ഷേ ആക്ച്വലി 80,000 കോസ്റ്റ് വന്നിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ അത്രയും, അതായത് ഡിഫറൻസ് ആയിട്ടുള്ള 20,000 നമുക്ക് പ്രോഫിറ്റാണ് വരുന്നത്. സോ അതിനെ നമുക്ക് എഫിഷ്യൻസി എന്ന് പറയാം. പക്ഷേ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ഇഫ് ആക്ച്വൽ കോസ്റ്റ് ഈസ് മോർ ദാൻ ദ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ദ ഡിഫറൻസ് ഈസ് നോൺ ആസ് അൺഫേവറബിൾ വേരിയൻസ്. Thus, analysis of variance means carrying out the appropriate investigation to identify the reasons for the variance. ഈ വേരിയൻസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് പറയാം ആക്ച്വലും സ്റ്റാൻഡേർഡും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് വേരിയൻസ് എന്ന് പറയുന്നത്. പക്ഷേ എന്താണ് അനാലിസിസ് ഓഫ് വേരിയൻസ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയേണ്ടത് അപ്രോപ്രിയേറ്റ് ഇൻവെസ്റ്റിഗേഷൻസ് കണ്ടക്ട് ചെയ്യുക. എന്തിന്? ഈ റീസൺസ്, വേരിയൻസ് ഉണ്ടാകാനുള്ള റീസൺസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് അനാലിസിസ് ഓഫ് വേരിയൻസ് എന്ന് പറയുന്നത്. So another way of classifying variance may be controllable and uncontrollable variance. നമുക്കറിയാം രണ്ട് തരത്തിലുള്ള വേരിയൻസ് ആണുള്ളത്. ഒന്ന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്, മറ്റത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത്. ഇഫ് എ വേരിയൻസ് ഈസ് ഡ്യൂ ടു ഇൻഎഫിഷ്യൻസി ഓഫ് എ കോസ്റ്റ് സെൻറ്റർ, കോസ്റ്റ് സെൻറ്ററിൻ്റെ ഇൻഎഫിഷ്യൻസി കാരണമായിട്ടുണ്ടായിട്ടുള്ള വേരിയൻസ് ആണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ കൺട്രോളബിൾ വേരിയൻസ് എന്ന് പറയാം. അത് നമുക്ക് സ്യൂട്ടബിൾ ആക്ഷൻസ് എടുത്തിട്ട് ആ വേരിയൻസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാം. പക്ഷേ ചില എക്സ്റ്റേണൽ റീസൺസ് കാരണം, അതായത് പ്രൈസ് ഓഫ് റോ മെറ്റീരിയൽ ഇൻക്രീസ് ചെയ്യുക, അല്ലെങ്കിൽ ലേബർ ഇൻക്രീസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ ആയിട്ടുള്ള കൊറോണ ഇഷ്യൂ, അത് കാരണം നമുക്ക് കുറേ മാറ്റങ്ങൾ ഇനി നമ്മളുടെ വരാനിരിക്കുന്ന ലൈഫിലുണ്ടാകും. അതായത് നമ്മളുടെ പല കാര്യങ്ങളിലും ചേഞ്ചസ് ഉണ്ടായിരിക്കും. അതൊക്കെ നമ്മൾ ഒട്ടും ആൻറ്റിസിപ്പേറ്റ് ചെയ്യാത്ത കാര്യങ്ങളാണ്, നമ്മളൊന്നും എക്സ്പെക്റ്റ് ചെയ്യാത്ത കാര്യങ്ങളാണ് നടന്നിട്ടുള്ളത്. സോ അങ്ങനെയുള്ളതിനെ നമുക്ക് ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിലൂടെ ഉണ്ടാകുന്ന ലോസസ് അല്ലെങ്കിൽ ആ വേരിയൻസ്, അതിനെയാണ് അൺകൺട്രോളബിൾ വേരിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ എങ്ങനെയൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വേരിയൻസസ് എങ്ങനെയൊക്കെയാണ് കണ്ടുപിടിക്കുന്നത്, ഏതൊക്കെ ടൈപ്പ് വേരിയൻസ് ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതിനെ നമ്മൾ ബ്രോഡ്ലി 4 ക്ലാസിഫൈ ചെയ്യുന്നു: ഡയറക്റ്റ് മെറ്റീരിയൽ വേരിയൻസ്, ഡയറക്റ്റ് ലേബർ വേരിയൻസ്, ഓവർ ഹെഡ് വേരിയൻസ് ആൻഡ് സെയിൽസ് വേരിയൻസ്. സെയിൽസ് വേരിയൻസ് എന്ന് പറയുമ്പോൾ സിംപ്ലി സെയിൽസിലുണ്ടാകുന്ന ആൻറ്റിസിപ്പേറ്റഡ് സെയിൽസും ആക്ച്വൽ സെയിൽസും സ്റ്റാൻഡേർഡ് സെയിൽസും തമ്മിലുള്ള ഡിഫറൻസിനെയാണ്. അതിൽ നമുക്ക് പ്രത്യേകിച്ച് പ്രോബ്ലംസ് ഒന്നും ചെയ്യാനില്ല, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ പെട്ടെന്ന് മനസ്സിലാകും. ബാക്കിയുള്ള മെറ്റീരിയൽ വേരിയൻസിലും ലേബർ വേരിയൻസും ഓവർ ഹെഡ് വേരിയൻസിനെയും നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ഇക്വേഷൻസ് വെച്ച് പഠിക്കാനായിട്ട്. വളരെ സിമ്പിളായിട്ടുള്ള ഇക്വേഷൻസ് ആണ്, അത്ര കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ല. അതിൽ ഫസ്റ്റ് വൺ മെറ്റീരിയൽ വേരിയൻസിൽ തുടങ്ങാം. മെറ്റീരിയൽ വേരിയൻസിന് നമുക്ക് 5 തരത്തിലാണുള്ളത്: മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ്, മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ്, മെറ്റീരിയൽ യൂസേജ് വേരിയൻസ്, മെറ്റീരിയൽ മിക്സ് വേരിയൻസ് ആൻഡ് മെറ്റീരിയൽ ഈൽഡ് വേരിയൻസ്. സോ അതിൽ 1 by 1 ആയിട്ട് നമുക്ക് പഠിക്കാം. അതിൽ ആദ്യത്തേത് മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ്. മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദി സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ അലൗഡ് ഫോർ ദി ഔട്ട്പുട്ട് അച്ചീവ്ഡ് ആൻഡ് ദ ആക്ച്വൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ്. എത്രയാണ് ആക്ച്വൽ കോസ്റ്റ് വരുന്നത് മെറ്റീരിയൽസിൻ്റെ, അതായത് നമ്മൾ എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റിലെ ഫസ്റ്റ് വൺ ആണ് മെറ്റീരിയൽ. ആ മെറ്റീരിയൽസിൻ്റെ കോസ്റ്റിൽ ആക്ച്വൽ കോസ്റ്റും സ്റ്റാൻഡേർഡ് കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് എന്ന് പറയുന്നത്. സോ എങ്ങനെയാണ്
എങ്ങനെയാണ് നമ്മൾ മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് കണ്ടുപിടിക്കുന്നത്? അതിനുള്ള ഇക്വേഷൻ മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് ഈസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട്. ആക്ച്വൽ ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എത്രയാണോ നമ്മൾ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിട്ടുള്ളത് അത് മൈനസ് ആക്ച്വൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് യൂസ്ഡ്. സോ ഇവിടെ എങ്ങനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് കണ്ടുപിടിക്കുന്നത്? സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് ഇസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് പെർ യൂണിറ്റ്. ദെൻ ആക്ച്വൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയലും ഇതേപോലെ തന്നെ ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു ആക്ച്വൽ പ്രൈസ്. വളരെ സിമ്പിളാണ്. ഇത് തമ്മിലുള്ള ഡിഫറൻസിനെയാണ് മെറ്റീരിയൽ കോസ്റ്റ് ഓഫ് വേരിയൻസ് എന്ന് പറയുന്നത്. ദെൻ മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ്. മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് എന്ന് പറയുന്നത് മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസിൻ്റെ ഒരു പോർഷനാണ്, വിച്ച് ഇസ് ഡ്യൂ ടു ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദി സ്റ്റാൻഡേർഡ് പ്രൈസ് ആൻഡ് ദ ആക്ച്വൽ പ്രൈസ് പെയ്ഡ്. ആക്ച്വൽ പ്രൈസും സ്റ്റാൻഡേർഡ് പ്രൈസും തമ്മിലുള്ള വ്യത്യാസത്തിനെയാണ് അവിടെ മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് എന്ന് പറയുന്നത്. സോ മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് നമ്മൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു ആക്ച്വൽ ക്വാണ്ടിറ്റി എത്രയാണോ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് മൈനസ് ആക്ച്വൽ പ്രൈസ്. ഇവിടെ നമ്മൾ കോസ്റ്റ് അല്ല, കോസ്റ്റ് കംപ്ലീറ്റ്ലി കൺസിഡർ ചെയ്യുന്നില്ല, പകരം സ്റ്റാൻഡേർഡ് പ്രൈസിലാണ് അവിടെ ഡിഫറൻസ് വരാനുള്ള കാരണമാണ്, അല്ലെങ്കിൽ ഡിഫറൻസ് എത്രയാണെന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സ്റ്റാൻഡേർഡ് പ്രൈസ് മൈനസ് ആക്ച്വൽ പ്രൈസ് ഇൻറ്റു ആക്ച്വൽ ക്വാണ്ടിറ്റി. Then material usage variance അല്ലെങ്കിൽ material quantity variance. It is that portion of material cost variance which is due to the difference between the standard quantity of the materials specified for the actual output and the actual quantity of the materials used. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മെറ്റീരിയൽ കോസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞതിൽ പ്രൈസ് ആണെന്നുണ്ടെങ്കിൽ, അതായത് മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസിൻ്റെ ഒരു പോർഷനാണ് മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ്. അതേപോലെ തന്നെ മെറ്റീരിയൽ യൂസേജ് വേരിയൻസും മെറ്റീരിയൽ മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസിൻ്റെ ഒരു പാർട്ടാണ്. അതായത് MCVയുടെ ഒരു പാർട്ടാണ് MQV. ഇവിടെ പറയുന്നത് ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ എത്രത്തോളം ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. സോ ഇതിൻ്റെ ഇക്വേഷൻ പറയുന്നത് സ്റ്റാൻഡേർഡ് പ്രൈസ് പെർ യൂണിറ്റ് ഇൻറ്റു സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി. ഇക്വേഷൻ മാറിപ്പോണ്ട. മെറ്റീരിയൽ യൂസേജ് വേരിയൻസിൽ നമ്മൾ സ്റ്റാൻഡേർഡ് പ്രൈസ് പെർ യൂണിറ്റ് കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്, സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റിയും ആക്ച്വൽ ക്വാണ്ടിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ്. എന്നാൽ മെറ്റീരിയൽ പ്രൈസ് വേരിയൻസിൽ ആക്ച്വൽ ക്വാണ്ടിറ്റി കൊണ്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്, സ്റ്റാൻഡേർഡ് പ്രൈസും ആക്ച്വൽ പ്രൈസും തമ്മിലുള്ള ഡിഫറൻസ്. സോ എന്നാൽ ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണ്? മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസിൽ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് ഓഫ് ആക്ച്വൽ ഔട്ട്പുട്ടും, അതായത് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു ആക്ച്വൽ പ്രൈസ്. സോ ഈ മൂന്നും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇത്രയും ഈ മൂന്നെണ്ണം പറഞ്ഞതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റിയത് എന്താ വെച്ചാൽ മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് ഈസ് ഈക്വൽ ടു മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് പ്ലസ് മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ്. നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള യൂസേജ് വേരിയൻസും പ്രൈസ് വേരിയൻസും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് കിട്ടുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ മെറ്റീരിയൽ മിക്സ് വേരിയൻസ്. മെറ്റീരിയൽ മിക്സ് വേരിയൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദാറ്റ് പോർഷൻ ഓഫ് മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് വിച്ച് ഇസ് ഡ്യൂ ടു ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദി സ്റ്റാൻഡേർഡ് ആൻഡ് ആക്ച്വൽ കോമ്പോസിഷൻ ഓഫ് എ മിക്സ്ചർ. അതായത് ക്വാണ്ടിറ്റി നമ്മളിപ്പോൾ പറഞ്ഞ മെറ്റീരിയൽ യൂസേജ് വേരിയൻസിൽ വരുന്നൊരു പോർഷനാണ്, അല്ലെങ്കിൽ മെറ്റീരിയൽ ക്വാണ്ടിറ്റി വേരിയൻസിൻ്റെ ഒരു പോർഷനാണ്. അതിൽ പറയുന്നത് എന്താ വെച്ചാൽ ആക്ച്വലും സ്റ്റാൻഡേർഡും കോമ്പോസിഷൻ ഓഫ് എ മിക്സ്ചർ. നമ്മൾ ക്വാണ്ടിറ്റി മെറ്റീരിയൽസ് യൂസ് ചെയ്യുമ്പോൾ അതിൽ എന്തൊക്കെ മെറ്റീരിയൽസിൻ്റെ കോമ്പോസിഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളൊരു കണക്കുണ്ടായിരിക്കും. അതിലുള്ള വ്യത്യാസം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മെഷർ ചെയ്യുന്നതാണ് മെറ്റീരിയൽ മിക്സ് വേരിയൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ആസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സ്റ്റാൻഡേർഡ് പ്രൈസ് ഓഫ് ദ സ്റ്റാൻഡേർഡ് മിക്സ്, സ്റ്റാൻഡേർഡ് പ്രൈസ് ഓഫ് ദ ആക്ച്വൽ മിക്സ്. ഡിഫറൻസ് ഏതൊക്കെ തമ്മിലുള്ള ഡിഫറൻസ് ആണ്? സ്റ്റാൻഡേർഡ് പ്രൈസ് ഓഫ് ദ സ്റ്റാൻഡേർഡ് മിക്സും സ്റ്റാൻഡേർഡ് പ്രൈസ് ഓഫ് ദി ആക്ച്വൽ മിക്സും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് മെറ്റീരിയൽ മിക്സ് വേരിയൻസ് എന്ന് പറയുന്നത്. രണ്ട് സിറ്റുവേഷൻസ് ആണ് ഉണ്ടാകുന്നത്. ഒന്നാമത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ആക്ച്വൽ വെയ്റ്റ് ഓഫ് മിക്സ് ആൻഡ് ദ സ്റ്റാൻഡേർഡ് വെയ്റ്റ് ഓഫ് മിക്സ് ഡു നോട്ട് ഡിഫർ. അതായത് നമ്മൾ ഒരു മിക്സ് എന്ന് പറയുന്നത് നമുക്കറിയാം പലതരത്തിലുള്ള, ഇപ്പോൾ 4-5 മെറ്റീരിയൽസിൻ്റെ ഒരു കോമ്പിനേഷൻ ആയിരിക്കും ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്രോഡക്റ്റിൻ്റെ നമ്മളൊരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അതായത് ഇത്ര ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓരോ മെറ്റീരിയൽസും 5 മെറ്റീരിയൽസും എത്ര ക്വാണ്ടിറ്റി നമ്മൾ യൂസ് ചെയ്യണം എന്നുള്ളൊരു സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കും. എന്നാൽ ആക്ച്വലി നമ്മൾ എത്രയാണ് വന്നിട്ടുള്ളതെന്നുണ്ടായിരിക്കും. അപ്പോൾ ആക്ച്വൽ വെയ്റ്റും സ്റ്റാൻഡേർഡ് വെയ്റ്റും തമ്മിൽ വ്യത്യാസം ഇല്ല എന്നുണ്ടെങ്കിൽ in this case material mix variance is calculated by applying അപ്പം നമ്മൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ മെറ്റീരിയൽ മിക്സ് വേരിയൻസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ് പ്രൈസ് ഇൻറ്റു സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി. സോ സ്റ്റാൻഡേർഡ് പ്രൈസ് ഇൻറ്റു സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി. ഇതേ ഇക്വേഷൻ തന്നെയാണ് നമ്മൾ മെറ്റീരിയൽ യൂസേജ് വേരിയൻസിനും യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ മിക്സിൽ വ്യത്യാസമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട സെയിം ഇക്വേഷൻ തന്നെയാണ് മെറ്റീരിയൽ യൂസേജ് വേരിയൻസിൻ്റെ. അതേസമയം നോക്കുക, ആക്ച്വൽ വെയ്റ്റ് ഓഫ് ദ മിക്സ് ഡിഫർ ഫ്രം ദ സ്റ്റാൻഡേർഡ് വെയ്റ്റ് ഓഫ് ദ മിക്സ്. വ്യത്യാസമുണ്ട് എന്നുണ്ടെങ്കിൽ ഇൻ സച്ച് എ കേസ് അപ്പോഴാണ് നമ്മൾ മെറ്റീരിയൽ മിക്സ് വേരിയൻസ് യൂസ് ചെയ്യുക.
അവിടെ ഇഫ് ദ സ്റ്റാൻഡേർഡ് ഈസ് റിവൈസ്ഡ് ഡ്യൂ ടു ദ ഷോർട്ടേജ് ഓഫ് എ പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് മെറ്റീരിയൽ മിക്സ് വേരിയൻസ്, അവിടെ നമുക്ക് വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, റിവൈസ് ചെയ്യണം, സ്റ്റാൻഡേർഡിന് റിവൈസ് ചെയ്യണം. ആ സ്റ്റാൻഡേർഡിന് റിവൈസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ റിവൈസ് ചെയ്തിട്ടാണ് നമ്മൾ മെറ്റീരിയൽ മിക്സ് വേരിയൻസ് കണ്ടുപിടിക്കുന്നത്. സോ അതിൻ്റെ ഇക്വേഷൻ സ്റ്റാൻഡേർഡ് പ്രൈസ് ഇൻറ്റു റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി. ഇപ്പം നമുക്കറിയാലോ, ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് 5 ടൈപ്പ് മെറ്റീരിയൽസ് ആവശ്യമുണ്ട്. ഇപ്പോൾ സപ്പോസ് ആദ്യത്തെ ടൈപ്പ് മെറ്റീരിയൽസ് 10 നമ്പേഴ്സാണ്, രണ്ടാമത്തെ ടൈപ്പ് 10 നമ്പേഴ്സ്, എല്ലാതും നമുക്ക് 10 നമ്പേഴ്സാണ് ആവശ്യമുള്ളത്. അതാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പക്ഷേ നമുക്ക് ആക്ച്വലി സംഭവിച്ചിട്ടുള്ളത്, ആദ്യത്തെ മെറ്റീരിയൽ നമ്മൾ 8 ആണ് യൂസ് ചെയ്തിട്ടുള്ളത്, രണ്ടാമത്തെ മെറ്റീരിയൽ നമ്മൾ 6, തേർഡ് മെറ്റീരിയൽ 10, ഫോർത്ത് മെറ്റീരിയൽ 4 ആൻഡ് ഫിഫ്ത്ത് മെറ്റീരിയൽ 2 ആണെന്ന് വിചാരിക്കാം. അവിടെ നമുക്ക് ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്, ആ മിക്സിൽ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി കണ്ടുപിടിക്കണം. അതായത് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞ ഇക്വേഷനിൽ എല്ലാതും സെയിം ആണ്, അതായത് 10 ഈച്ച് ആണ്, ഓരോ മെറ്റീരിയൽസും 10 ഈച്ച് ആണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അതിൽ വ്യത്യാസം വരുത്തണം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ വ്യത്യാസം വരുത്തുക? അപ്പോൾ ആദ്യം നമ്മൾ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യണതിന് മുന്നേ റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി കണ്ടുപിടിക്കണം. സോ റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ടോട്ടൽ വെയിറ്റ് ഓഫ് ആക്ച്വൽ മിക്സ് divided by total weight of standard mix into standard quantity. Total weight of actual mix divided by total weight of standard mix into standard quantity. ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി കിട്ടുന്നു. ഈ റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റിയും ആക്ച്വൽ ക്വാണ്ടിറ്റിയും തമ്മിലുള്ള ഡിഫറൻസിനെ സ്റ്റാൻഡേർഡ് പ്രൈസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മെറ്റീരിയൽ മിക്സ് വേരിയൻസ് കിട്ടുന്നു. സോ മെറ്റീരിയൽ മിക്സ് വേരിയൻസ് ഒന്നുമില്ല, ഇത് മെറ്റീരിയൽ യൂസേജ് വേരിയൻസിൻ്റെ ഒരു പോർഷൻ മാത്രമാണ്. ഓക്കെ, then material yield variance. Yield variance, it is that portion of material usage variance ആണ്, which is due to the difference between the standard yield specified and the actual yield obtained. This variance measures the abnormal loss or saving of material. നമുക്ക് എത്രയാണ് yield നമ്മൾ കിട്ടിയിട്ടുള്ളത്, റിട്ടേൺ എത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്, അതിൻ്റെ അടിസ്ഥാനത്തിൽ എത്രയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിട്ടുള്ളത്, ആക്ച്വൽ ഫിക്സ് ചെയ്തിട്ടുള്ളത്, അത് തമ്മിലുള്ള ഡിഫറൻസിനെയാണ് മെറ്റീരിയൽ yield variance എന്ന് പറയുന്നത്. അത് സൂചിപ്പിക്കുന്നത് അബ്നോർമൽ ലോസ് ആണ്, അല്ലെങ്കിൽ സേവിങ് ഓഫ് ദ മെറ്റീരിയൽ ആണ്. ഓക്കെ, ഒന്നുകിൽ അബ്നോർമൽ ലോസ് ആയിരിക്കും, അതായത് കൂടുതൽ നമ്മൾ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തതിനേക്കാളും ആക്ച്വലി നമുക്ക് യൂസേജ് വരികയാണെന്നുണ്ടെങ്കിൽ അബ്നോർമൽ ലോസ് ആണ്, എന്നാൽ അത് കുറവാണെന്നുണ്ടെങ്കിൽ സേവിങ് ഓഫ് ദ മെറ്റീരിയൽ ആണ്. സോ ഇത്രയും 5 തരത്തിലുള്ള മെറ്റീരിയൽ വേരിയൻസുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ട മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് ആണ്. മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് ആൻഡ് മെറ്റീരിയൽ യൂസേജ് വേരിയൻസ്. അതിൽ മെറ്റീരിയൽ യൂസേജ് വേരിയൻസിൻ്റെ 2 പോർഷനാണ്, പിന്നെ നമ്മൾ പറഞ്ഞ മെറ്റീരിയൽ മിക്സ് വേരിയൻസും മെറ്റീരിയൽ ഈൽഡ് വേരിയൻസും. ഓക്കെ, ഇനി ഇത് വെച്ചിട്ടുള്ളൊരു പ്രോബ്ലം എങ്ങനെയാണെന്നുള്ളത് ചെയ്യാം. ക്വസ്റ്റ്യൻ നോക്കാം. ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ കമ്പ്യൂട്ട് പ്രൈസ്, യൂസേജ് ആൻഡ് മിക്സ് വേരിയൻസ്. അപ്പോൾ നമ്മളോട് 3 വേരിയൻസ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഒന്ന് പ്രൈസ് വേരിയൻസ്, മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് ആൻഡ് മെറ്റീരിയൽ മിക്സ് വേരിയൻസ്. ഇവിടെ നോക്കുക, 3 ടൈപ്പുള്ള മെറ്റീരിയൽസ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. മെറ്റീരിയൽ എ, മെറ്റീരിയൽ ബി ആൻഡ് മെറ്റീരിയൽ സി. സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി, സ്റ്റാൻഡേർഡ് പ്രൈസ് തന്നിട്ടുണ്ട്. ആക്ച്വൽ ക്വാണ്ടിറ്റി, ആക്ച്വൽ പ്രൈസും തന്നിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റിയുടെ ടോട്ടൽ തന്നിട്ടുണ്ട്. പിന്നെ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് എത്രയാണ് അതിൻ്റെ ടോട്ടലും തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ആക്ച്വലിൻ്റെ ടോട്ടലും തന്നിട്ടുണ്ട്. സോ ഇത്രയും വാല്യൂസ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ്, മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് ആൻഡ് മെറ്റീരിയൽ മിക്സ് വേരിയൻസ് ചെയ്യുക എന്നുള്ളത് നോക്കാം. സോ ഇവിടെ നോക്കാം, നമ്മൾ ആദ്യം നമുക്ക് മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് കണ്ടുപിടിക്കാം. മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് മൈനസ് ആക്ച്വൽ പ്രൈസ്. സ്റ്റാൻഡേർഡ് പ്രൈസ് മൈനസ് ആക്ച്വൽ പ്രൈസ് ആണ്. സോ ആക്ച്വൽ ക്വാണ്ടിറ്റി നമ്മൾ ഓരോ മെറ്റീരിയൽസിൻ്റെ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. മെറ്റീരിയൽ എ, ബി ആൻഡ് സി. ഈ മെറ്റീരിയൽ എൻ്റെ ആക്ച്വൽ ക്വാണ്ടിറ്റി എത്രയാണ്? ആക്ച്വൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് മെറ്റീരിയൽ എ 15. സോ 15 ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് എത്രയാണ്? സ്റ്റാൻഡേർഡ് പ്രൈസ് എന്ന് പറയുന്നത് 3 ആണ്. സോ ബ്രാക്കറ്റിൽ 3 മൈനസ് ആക്ച്വൽ പ്രൈസ് എത്രയാണ്? 4 ആണ്. 4. സോ 3 മൈനസ് 4 അതായത് -1, ദാറ്റ് ഈസ് -15. അതായത് 15 അഡ്വേഴ്സ് കണ്ടീഷനാണ്, നെഗറ്റീവ് കണ്ടീഷനാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നെഗറ്റീവ് കണ്ടീഷനാണ്, അൺഫേവറബിൾ സിറ്റുവേഷനാണ് ഇവിടെ വന്നിട്ടുള്ളത്. സോ അത്ര മാത്രം നമ്മൾ മെൻഷൻ ചെയ്താൽ മതി. മെറ്റീരിയൽ എൻ്റെ കേസിലുള്ള ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ ആൻസർ കണ്ടുപിടിക്കുക, അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളത് കണ്ടുപിടിക്കാം. ദെൻ മെറ്റീരിയൽ ബി നോക്കാം. മെറ്റീരിയൽ ബീൻ്റെ
ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 25. സോ 25 ഇൻറ്റു പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ് 4 - 3. അവിടെ പോസിറ്റീവ് സിറ്റുവേഷനാണ് വരുന്നത്, അതായത് 25 ഫേവറബിൾ സിറ്റുവേഷനാണ് വരുന്നത്. ഓക്കെ, ഇനി മെറ്റീരിയൽ സീൻ്റെ കേസ് നോക്കാം. മെറ്റീരിയൽ സീൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത് 35 ആണ്. സോ 35 ഇൻറ്റു 2 - 2, അതായത് ആക്ച്വലും സ്റ്റാൻഡേർഡ് തമ്മിൽ വ്യത്യാസമില്ല. സോ അവിടെ നമുക്ക് ഇത് 0 ആണ് വാല്യൂ വരിക, അതായത് നിൽ, വേരിയൻസ് ഇല്ല എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. വളരെ സിമ്പിൾ അല്ലേ. ദെൻ മെറ്റീരിയൽ യൂസേജ് വേരിയൻസ്. യൂസേജ് വേരിയൻസിൻ്റെ ഇക്വേഷൻ നമ്മളിവിടെ ഒക്കെ മനസ്സിലാക്കേണ്ടത് ഇക്വേഷൻ പഠിച്ചു വയ്ക്കുക എന്നുള്ളതാണ്. സോ മെറ്റീരിയൽ യൂസേജ് വേരിയൻസിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? സ്റ്റാൻഡേർഡ് റേറ്റ്, സ്റ്റാൻഡേർഡ് പ്രൈസ് ഇൻറ്റു സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി. സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റിയും ആക്ച്വൽ ക്വാണ്ടിറ്റിയും തമ്മിലുള്ള വ്യത്യാസം, അതിനെ സ്റ്റാൻഡേർഡ് പ്രൈസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് കിട്ടുക. അതും ഈ പറഞ്ഞ പോലെ എൻ്റെയും ബിൻ്റെയും സിൻ്റെയും സെപ്പറേറ്റ് കാണാം. എക്ക് എത്രയാണ് വരുന്നത്? എൻ്റെ സ്റ്റാൻഡേർഡ് പ്രൈസ് എന്ന് പറയുന്നത് 3 ആണ്. സോ 3 ഇൻറ്റു സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എത്രയാണ് വരുന്നത്? 10. 10 - 15. സോ -15. ഇവിടെയും അഡ്വേഴ്സ് സിറ്റുവേഷനാണ്, -15 ആണ് വരുന്നത്. ഇനി രണ്ടാമത്തെ കേസിൽ നോക്കാം. 4 ഇൻറ്റു 15 - 25. ഇവിടെ 40, അതായത് അഡ്വേഴ്സ് സിറ്റുവേഷനാണ്, നെഗറ്റീവ് സിറ്റുവേഷനാണ് വരുന്നത്. ദെൻ തേർഡ് വൺ നോക്കാം. 2 ഇൻറ്റു 25 - 35. അവിടെയും നമുക്ക് 20 അൺഫേവറബിൾ സിറ്റുവേഷനാണ്, നെഗറ്റീവ് സിറ്റുവേഷനാണ്. സോ നമ്മൾ ഇത്ര മാത്രം കണ്ടുപിടിച്ചാൽ മതി, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ. സോ ഇക്വേഷൻ ക്ലിയർ ആക്കി വയ്ക്കാം. സോ നമ്മൾ മെറ്റീരിയൽ പ്രൈസ് വേരിയൻസും മെറ്റീരിയൽ യൂസേജ് വേരിയൻസും കണ്ടു. ദെൻ നെക്സ്റ്റ് നമ്മൾ മെറ്റീരിയൽ മിക്സ് വേരിയൻസ് ആണ് കാണാൻ പോകുന്നത്. സോ മെറ്റീരിയൽ മിക്സ് വേരിയൻസ് ആണ് നമ്മൾ നെക്സ്റ്റ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അവിടെ കുറച്ച് ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, മെറ്റീരിയൽ മിക്സ് വേരിയൻസിൽ നമ്മൾ നോക്കേണ്ടത് ആദ്യം എന്താണ്? ആക്ച്വൽ ക്വാണ്ടിറ്റി, അതായത് മെറ്റീരിയൽസിൻ്റെ മിക്സിൽ വ്യത്യാസം ഉണ്ടോ എന്നുള്ളത് നോക്കാം. അതായത് ഇവിടെ നോക്കുക, സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എത്രയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്? 10, 15, 25, ടോട്ടൽ 50. ആക്ച്വൽ എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 15, 25, 35, അതായത് ടോട്ടൽ 75. അതായത് ഡിഫറൻസ് ഉണ്ട്. ആക്ച്വൽ ക്വാണ്ടിറ്റിയും സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റിയും തമ്മിൽ വ്യത്യാസമുണ്ട്. മെറ്റീരിയൽ എൻ്റെ കേസിൽ 10 പറഞ്ഞ സ്ഥാനത്ത് 15 ആണ് ആക്ച്വലി ഉണ്ടായത്. 15 പറഞ്ഞ സ്ഥാനത്ത് 25 ആണ് ആക്ച്വലി ഉണ്ടായത്. 25 പറഞ്ഞ സ്ഥാനത്ത് 35 ആണ് ആക്ച്വലി ഉണ്ടായിട്ടുള്ളത്. സോ ഇവിടെ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? അപ്പോൾ റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി കണ്ടുപിടിക്കണം. സോ റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ എന്താണ് പഠിച്ചിട്ടുള്ളത്? റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഈസ് ഈക്വൽ ടു ടോട്ടൽ വെയിറ്റ് ഓഫ് ആക്ച്വൽ മിക്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വെയിറ്റ് ഓഫ് സ്റ്റാൻഡേർഡ് മിക്സ് ഇൻറ്റു സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി. ഓക്കെ, അപ്പോൾ ടോട്ടൽ വെയിറ്റ് ഓഫ് ആക്ച്വൽ മിക്സ് നമ്മൾ കണ്ടുപിടിക്കണം. ടോട്ടൽ വെയിറ്റ് ഓഫ് ആക്ച്വൽ മിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം ആദ്യത്തെ കേസിൽ മെറ്റീരിയൽ എൻ്റെ കേസ് നോക്കാം. മെറ്റീരിയൽ എൻ്റെ കേസിൽ ടോട്ടൽ വെയിറ്റ് ഓഫ് ആക്ച്വൽ ആക്ച്വൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? 75. സോ 75 ഡിവൈഡഡ് ബൈ ടോട്ടൽ വെയിറ്റ് ഓഫ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് 50. 75 ഡിവൈഡഡ് ബൈ 50 ഇൻറ്റു മെറ്റീരിയൽ എൻ്റെ കേസിൽ എത്രയാണ് സ്റ്റാൻഡേർഡ് വന്നിരിക്കുന്നത്? 10 ആണ്. സോ 10. അപ്പോൾ ഇത് നമ്മൾ സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ എത്ര കിട്ടും? 15. അതായത് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 15 ആണ് കിട്ടുക. റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി RSQ, റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി 15 ആണ്. ഇനി നമ്മൾ സാധാരണ മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് കണ്ടുപിടിച്ചതുപോലെ മെറ്റീരിയൽ മിക്സ് വേരിയൻസ് കണ്ടുപിടിക്കുക. അതായത് അതിൻ്റെ ഇക്വേഷൻ എന്താണ് വരുന്നത്? മെറ്റീരിയൽ മിക്സ് വേരിയൻസിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് പ്രൈസ് ഇൻറ്റു സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി. സോ റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി, ഇവിടെ നമ്മൾ സ്റ്റാൻഡേർഡ് പ്രൈസ് എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? 3 റുപ്പീസാണ് വന്നിരിക്കുന്നത്. സോ മെറ്റീരിയൽ എൻ്റെ കേസിൽ 3 ഇൻറ്റു, ഇനി എത്രയാണ് റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി നമ്മളിപ്പോൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്? 15 മൈനസ് ആക്ച്വൽ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എത്രയാണ്? 15. സോ 15 മൈനസ് 15 0 ആണ്. സോ ഇവിടെ 0 ആണ്. പോസിറ്റീവും അല്ല നെഗറ്റീവും അല്ല, അവിടെ വാരിയൻസ് ഇല്ല എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. ഇനി മെറ്റീരിയൽ ബീൻ്റെ കേസ് എടുക്കാം. മെറ്റീരിയൽ ബീൻ്റെ കേസിൽ നമ്മൾ ആദ്യം റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി കണ്ടുപിടിക്കുന്നു. എങ്ങനെയാണ് റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാം? ഇതേപോലെ ആക്ച്വൽ മിക്സ്, ടോട്ടൽ വെയിറ്റ് ഓഫ് ആക്ച്വൽ മിക്സ് 75 ഡിവൈഡഡ് ബൈ 50 ഇൻറ്റു എത്രയാണ്? സ്റ്റാൻഡേർഡ് 15 ആണ് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ ഇത് നമ്മൾ സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ കിട്ടുന്നത് 22.5 ആണ്. 22.5, ആക്ച്വൽ ഉണ്ടായിട്ടുള്ളത് 25 ആണ്. ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഇനി നമ്മൾ മെറ്റീരിയൽ മിക്സ് വേരിയൻസ് കണ്ടുപിടിക്കണം. മെറ്റീരിയൽ മിക്സ് വേരിയൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? സ്റ്റാൻഡേർഡ് പ്രൈസ് 4 ഇൻറ്റു റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി 22
-2.5 മൈനസ് 25. സോ ഇത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് -10 ആണ് ആൻസർ. ഓക്കെ, അതായത് അൺഫേവറബിൾ സിറ്റുവേഷൻ ആണ്, നെഗറ്റീവ് സിറ്റുവേഷൻ ആണ് വരുന്നത്. ഓക്കെ, ഇവിടെ -10. അപ്പോൾ ഫസ്റ്റത്തെ കേസിൽ നമുക്ക് വന്നിട്ടുള്ളത് 0, സെക്കൻഡ് കേസിൽ നമുക്ക് -10 വന്നിട്ടുണ്ട്. ഇനി തേർഡ് കേസ് നോക്കാം. തേർഡ് കേസിൽ ആദ്യം നമ്മൾ റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി കണ്ടുപിടിക്കുക. അതായത് സീൻ്റെ കേസിൽ റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ടോട്ടൽ വെയിറ്റ് 75 ഡിവൈഡഡ് ബൈ 50 ഇൻറ്റു ഇവിടെ എത്രയാണ് വെയിറ്റ് വരുന്നത് 25. സോ ഇത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എത്രയാണ് 37.5. ഓക്കെ, 37.5 ആണ്. ഇവിടെ 35 ആണ് ആക്ച്വലി വന്നിട്ടുള്ളത്. സോ ഇനി നമ്മൾ മെറ്റീരിയൽ മിക്സ് വേരിയൻസ് കണ്ടുപിടിക്കുന്നു. സോ മെറ്റീരിയൽ മിക്സ് വേരിയൻസ് ഈസ് ഈക്വൽ ടു എത്രയാണ് സ്റ്റാൻഡേർഡ് പ്രൈസ് എന്ന് പറയുന്നത് 2 ഇൻറ്റു 37.5 മൈനസ് 35. സോ ഇത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 5 ആണ് ആൻസർ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ആൻസർ കിട്ടിയിട്ടുള്ളത്? മെറ്റീരിയൽ എൻ്റെ കേസിൽ 0, അതായത് വേരിയൻസ് ഇല്ല. മെറ്റീരിയൽ ബിൻ്റെ കേസിൽ വേരിയൻസ് നെഗറ്റീവാണ് -10. മെറ്റീരിയൽ സിൻ്റെ കേസിൽ വേരിയൻസ് 5 പോസിറ്റീവാണ്. സോ ടോട്ടൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് -5 ആണ് വേരിയൻസ് വരുന്നത്. സോ മെറ്റീരിയൽ മിക്സ് വേരിയൻസ് എന്ന് പറയുന്നത് -5. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുക. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഇക്വേഷൻസ് നമ്മൾ ക്ലിയർ ആക്കിയിട്ട് പഠിച്ചു വയ്ക്കാം. ഓക്കെ, ഇനി ഒരു പ്രോബ്ലം കൂടെ ഒന്ന് നോക്കാം. It is estimated that a product requires 50 units of material at the rate of 3 per unit. The actual consumption of the material for manufacturing the same product came to 60 units at the rate of 2.9 per unit. ഇനി നമ്മളോട് എന്തൊക്കെയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്? മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ്, മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് ആൻഡ് മെറ്റീരിയൽ യൂസേജ് വേരിയൻസ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രോബ്ലമാണ്. അപ്പോൾ ആദ്യം നമുക്ക് മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് കണ്ടുപിടിക്കാം. മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇക്വേഷൻ അറിയാം. മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് ഈസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് കോസ്റ്റ് മൈനസ് ആക്ച്വൽ കോസ്റ്റ് ആണ്. സോ സ്റ്റാൻഡേർഡ് കോസ്റ്റ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? സ്റ്റാൻഡേർഡ് കോസ്റ്റ് മൈനസ് ആക്ച്വൽ കോസ്റ്റ്. സ്റ്റാൻഡേർഡ് കോസ്റ്റ് കണ്ടുപിടിക്കുക സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ്. സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഇവിടെ എത്രയാണ് വന്നിരിക്കുന്നത്? 50 ആണ്. സ്റ്റാൻഡേർഡ് പ്രൈസ് 3. സോ 50 ഇൻറ്റു 3 മൈനസ് 60 ഇൻറ്റു 2.9. ഇത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 174. സോ ഈ 174 ആണ് 174 എന്ന് പറയുന്നത് ഇത് 50 ഇൻറ്റു 3 150, 60 ഇൻറ്റു 2.9 174. സോ ഇവിടെ നമ്മൾ മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് എന്ന് പറയുന്നത് ഇത് തമ്മിലുള്ള ഡിഫറൻസ് 24 ആണ്. അതായത് നെഗറ്റീവ് അൺഫേവറബിൾ ആണ്. 24 ആണ് ഇവിടെ നമുക്ക് ആൻസർ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് ആയി. ഇനി നമ്മൾ മെറ്റീരിയൽ പ്രൈസ് വേരിയൻസും യൂസേജ് വേരിയൻസും. മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് കണ്ടുപിടിക്കുക എങ്ങനെയാണ്? മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് ഈസ് ഈക്വൽ ടു ആക്ച്വൽ ക്വാണ്ടിറ്റി ഇവിടെ 60 ആണ് ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് മൈനസ് ആക്ച്വൽ പ്രൈസ് 3 മൈനസ് 2.90, അതായത് 6. അത് പോസിറ്റീവാണ്. ദെൻ മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് നോക്കാം. മെറ്റീരിയൽ യൂസേജ് വേരിയൻസിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് പ്രൈസ് 3 ആണ് ഇൻറ്റു സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി 50 മൈനസ് 60 ഇസ് ഈക്വൽ ടു 30. അത് നെഗറ്റീവാണ്, അൺഫേവറബിൾ ആണ്. സോ ഇവിടെ 30 നെഗറ്റീവും 6 പോസിറ്റീവും കിട്ടി. സോ നമ്മൾക്കറിയാം മെറ്റീരിയൽ പ്രൈസ് വേരിയൻസും മെറ്റീരിയൽ യൂസേജ് വേരിയൻസും കൂടെ കൂട്ടിയാലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് കിട്ടുന്നത്. ഇവിടെ നമുക്ക് ക്ലിയർ ആണ്, കാരണം മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് നമുക്ക് കിട്ടിയിട്ടുള്ളത് 34 നെഗറ്റീവാണ്. ഈ നെഗറ്റീവ് 30 പ്ലസ് 6, അതായത് 30 പോസിറ്റീവ് നെഗറ്റീവും 6 പോസിറ്റീവും കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 24 നെഗറ്റീവ് കിട്ടുന്നു. സോ ഇവിടെ നമ്മൾ മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് ഈസ് ഈക്വൽ ടു മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് പ്ലസ് മെറ്റീരിയൽ യൂസേജ് വേരിയൻസ്. ഓക്കെ, അപ്പോൾ ഇത്രയും സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസേ ഇതിൽ വരാറുള്ളൂ. സോ മെറ്റീരിയൽ വേരിയൻസ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു.